കേരളത്തിലെ മാർജിനലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദരിദ്ര വിഭാഗങ്ങളുടെ ശബ്ദമാണ് നമ്മൾ കുറേ കാലമായിട്ട് VS-ലൂടെ കേൾക്കുന്നത്. ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായിട്ട് വികസനം എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷത്തിന് മാത്രമായിട്ട് ചുരുങ്ങുകയും പാവപ്പെട്ട മനുഷ്യർ കൂടുതൽ പാവപ്പെട്ടവരാവുകയും തൊഴിലില്ലായ്മ പെരുകുകയും അതുപോലെ യുവാക്കളുടെ ജീവിതം ദുരിതപൂർണ്ണമായി തീരുകയും പ്രതീക്ഷയില്ലാതാവുകയും ചെയ്ത ജനത്തിനു വേണ്ടി ശബ്ദിച്ച ഈ അടുത്ത കാലത്ത് ശബ്ദിച്ചിട്ടുള്ള ഒരേ ഒരു ജനനായകൻ VS അച്യുതാനന്ദനാണ്. ഗോളിയർ റൈൻസിൻ്റെ സ്റ്റോറുകളിൽ ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ വനസമ്പത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഗോളിയർ റൈൻസിൻ്റെ പൾപ്പ് ഉൽപ്പാദനം അവർ നിർത്തിപ്പോയപ്പോൾ പൾപ്പ് ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കൺസെഷൻ റേറ്റിലായിരുന്നു ഈ വനവിഭവങ്ങൾ മുളയും തടിയുക കൊടുത്തിരുന്നത്. പൾപ്പ് ഉൽപ്പാദനം നിർത്തിക്കഴിഞ്ഞപ്പോൾ പിന്നീട് പിന്നെ വന ഉൽപ്പന്നങ്ങൾ മുഴുവൻ ഗവൺമെൻറ് സറണ്ടർ ചെയ്യാണ് ഗോളിയർ റൈൻസ് മുതലാളി ചെയ്യേണ്ടത്, ബർള ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാതെ അവരുടെ സ്റ്റോറുകളിൽ തന്നെ സൂക്ഷിച്ചിട്ട് ചുടുവിലയ്ക്ക് അത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് മന്ത്രി പറഞ്ഞ് ലേലം ചെയ്ത് വിറ്റ് ഉള്ള പൈസ നിങ്ങൾ കിട്ടുന്നു. ഒരു ഭാഗം ഗവൺമെൻറ് തന്നിരുന്നു. അങ്ങനെ അവിടെ സ്റ്റോർ ചെയ്തിരുന്ന വന ഉൽപ്പന്നങ്ങൾ തടിയും മുളയും എല്ലാം തന്നെ 22 ലക്ഷം രൂപയ്ക്ക് ലേലം ചെയ്തു. വളരെ തുച്ഛമായ വിലയ്ക്കാണ് വിറ്റിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണ് ഈ നിലയിൽ വിറ്റത്. മന്ത്രി ഇക്കാര്യത്തിൽ പിന്നെ ശരിയായ നിലയിലല്ല കൈകാര്യം ചെയ്തിരിക്കുന്നത്. വളരെ മന്ത്രി ചാടിയെടുത്തിട്ട് പറയില്ല, ഞാൻ ശരിയായിട്ട് ഉറഞ്ഞ് നശിക്കാൻ പോയ പിന്നെ തടിയും മുളയൊക്കെയാണ് 22 ലക്ഷം കിട്ടിയത് തന്നെ വലിയ കാര്യമാണ്. അപ്പം ഞാൻ എഴുന്നേറ്റ് പൊസിഷൻ ലീഡർ എന്നുള്ളതിൽ ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ മന്ത്രിയോട് ചോദിച്ചു, ഒരു ഓണറബിൾ മെമ്പർ ഇതേ സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നു, ഇതേ സംബന്ധിച്ചൊരു അന്വേഷണം നടത്താതെ മുന്നോട്ട് പോകുന്നത് ശരിയാണ്? ഓ, അന്വേഷണം നടത്താം. ഏത് അന്വേഷണത്തിൽ നേരിടാം? ഞാൻ തന്നെ അന്വേഷണം നടത്താം. അങ്ങനെ അത് ഇയാളെയുടെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷണം നടത്തിച്ച് തേച്ചു മാറ്റി കളയാനുള്ള ശ്രമമാണെന്ന് വന്നപ്പോൾ ഞാനവിടെ പോയി. ഗോളിയർ റൈൻസിൻ്റെ സ്റ്റോറുകൾ ഓരോന്നും പരിശോധിച്ച് നോക്കി. ഇപ്പോൾ ഒന്നാം തരം മുളയും മരങ്ങളും ഒക്കെയാണ്, കുറഞ്ഞതൊന്നുമല്ല. അപ്പോൾ ഇതെ സംബന്ധിച്ചൊരു ജുഡീഷ്യൽ എൻക്വയറി നടത്തണം. വനവിഭവങ്ങൾക്ക് ബിർളയുമായിട്ട് ഗോളിയർ റൈൻസുമായിട്ടുള്ള അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ കരാറ് ഞാൻ പഠിച്ചപ്പോൾ പറയുന്നത് പൾപ്പ് ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ കൺസെഷൻ റേറ്റും അല്ലെങ്കിൽ മാർക്കറ്റ് വിലയുമാണ് ഗവൺമെൻറ്റിന് നൽകേണ്ടത്. ആ മാർക്കറ്റ് വില അനുസരിച്ച് 18.5 കോടി രൂപയുടെ ആസ്തിയാണ് അവിടെ കിടന്നത്. അതാണ് ഇതിൽ 22 ലക്ഷം കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ 22 ലക്ഷം തുച്ഛമായ വിലയാണെന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ വീണ്ടും ലേലം ചെയ്തിട്ട് ലേലം ചെയ്തപ്പോൾ 98 ലക്ഷം കിട്ടി. അപ്പോൾ 98 ലക്ഷം കിട്ടിയപ്പോൾ തന്നെ ആദ്യത്തെ തുച്ഛമായിരുന്നു വ്യക്തമാണ്, കുറഞ്ഞതല്ലെന്നും തെളിഞ്ഞു. എന്നിട്ട് അത് സംബന്ധിച്ചുള്ള അന്വേഷണം ആവശ്യം അന്വേഷിക്കാമെന്ന് പറഞ്ഞതല്ലാതെ അന്വേഷിച്ചില്ല. 98 ലക്ഷത്തിന് അതങ്ങ് കോൺട്രാക്റ്റ് കൊടുത്ത് അത് പൈസ വാങ്ങി എന്നുള്ളതാണ്. അത് സംബന്ധിച്ചുള്ള അഴിമതി ഇപ്പോഴും 18 കോടി രൂപയുടേത് 98 ലക്ഷത്തിന് വിറ്റു എന്നുള്ളത്, അത് ഗവൺമെൻറ്റിൻ്റെ സ്വത്ത് തുച്ഛമായ വിലയ്ക്ക് കോഴ വാങ്ങിക്കൊണ്ട് കൈമാറി എന്നുള്ള ആക്ഷേപം ഞാൻ അന്ന് ഉന്നയിച്ചത് ശരിയായിട്ടുള്ള നിലയിൽ തന്നെയാണ്. പ്രായം മറന്ന് എവിടെയും എന്ത് കാര്യത്തിനും ഓടിയെത്തുന്ന ഒരു ജനനായകനാണ് VS. VS എന്ന് പറയുന്ന ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല. കാരണം കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും പൊതുവെ കേരളത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അവിടെയൊക്കെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഓടിയെത്തുകയും ആ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹം കാണിക്കുന്ന താല്പര്യവും ഒക്കെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഏറ്റവും അധികം പ്രയോജനപ്രദമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. VS എന്ന നേതാവ് അഴിമതി വിരുദ്ധ നേതാവാണ്. ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു നേതാവാണ്. അതുകൂടാതെ തന്നെ പാർട്ടിയിലെ അത്യുന്നതങ്ങളിൽ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടുള്ള ഒരു നേതാവാണ്.
പറകയണ്ടകടാഹ ഭീമ വിഹായസങ്ങൾ പിളർന്നു മാറ്റി ചന്ദ്രതാര ദിവാകര ഗ്രഹയൂഥ പരിധികൾ താണ്ടിടും ഞാൻ. ഇന്ന് കോൺഗ്രസ് അഴിമതിക്കാരുടെ ഒരു ഗൂഢസംഘമായി മാറി. പിന്തിരിപ്പന്മാരും അഴിമതിക്കാരും എല്ലാം കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. എനിക്കത് ഈ ദുഃഖമുണ്ട്. ഞാൻ ഒരു പഴയ കോൺഗ്രസ്സുകാരനാണ്, സ്വാതന്ത്ര്യ സമര ഭടനാണ്. ഇപ്പം 85 വയസ്സുണ്ട്. കോൺഗ്രസ് വന്ന് ഈ ആസ്വാദനത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷെ അത് മാറ്റിയെടുക്കണമെങ്കിൽ ഒരു ഇടതുപക്ഷ ഭരണം ഇവിടെ വരണം. അച്യുതാനന്ദനാണ് ഇന്ന് മുഖം നോക്കാതെ അദ്ദേഹം അഴിമതിയെ ശക്തിയായി എതിർക്കുന്ന ഒരു സിംഹമാണ്. അദ്ദേഹമില്ലാത്ത നിയമസഭയെ പറ്റി ഇനി ഓർക്കാൻ പോഴുമ്പോഴേ അദ്ദേഹത്തിനില്ലാത്ത നിയമസഭ ഒരു ജീവനില്ലാത്ത സഭയായിരിക്കും. ഗവൺമെന്റ് കൊടുത്ത പരാതിയിൽ തന്നെ പറയുന്നത് ഒരു ദിവസം 15 ലക്ഷം മലയാളികളെ ചതിക്കുന്ന ലോട്ടറിയാണിത്. ഇത് കേന്ദ്ര ഗവൺമെന്റ് നിരോധിക്കണമെന്ന് പറയുകയും ഇവിടെ അതിന് യഥേഷ്ടം ടിക്കറ്റ് വിൽക്കാനുള്ള സൗകര്യം കൊടുക്കുകയും ചെയ്യുകയായിരുന്നു ധനകാര്യമന്ത്രി വക്കം പുരുഷോത്തമനും ഉമ്മൻചാണ്ടിക്കും. 2 കൊല്ലത്തേക്ക് അവർ കൊടുക്കുവാനുള്ള നികുതി 5000 കോടിയാണ്. 3 കൊല്ലത്തേക്ക് അവർ നികുതി കൊടുത്തില്ല. 7000-ൽ പരം കോടി രൂപയുടെ നികുതിയാണ് സ്റ്റേറ്റ് ഖജനാവിനെ തരുന്നത്. വിധിച്ചില്ല. അസംബ്ലി ചോദിച്ചപ്പോൾ പറഞ്ഞത് 1.5 കോടി കിട്ടി, 1.5 കോടി കിട്ടി. ഇങ്ങനെ ഇത്തരം കള്ളന്മാരുമായിട്ടുള്ള ഇവരുടെ ബന്ധം നിരവധിയാണ്, നിരവധി. എന്നെ സംബന്ധിച്ചിടത്തോളം നേതാവ് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും പിടിച്ചുപറിക്കാരുടെ ഇടയിൽ നിന്ന് വിടുവിച്ച് പാവപ്പെട്ടവരെ മോചിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ ചെയ്തു കൊടുത്ത് എല്ലാ അഴിമതികൾക്കുമെതിരെ മുന്നേറി ബലപ്പെടുത്തുന്ന ഒരു സഭാവാണ്. അതേപോലെ തന്നെ കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായ ചന്ദനത്തോട്ടങ്ങൾ, ആ ചിറയിലെ ചന്ദനത്തോട്ടങ്ങൾ കോടിക്കണക്കിന് സമ്പത്തുള്ളതാണ്. അവിടെ നിന്ന് ചന്ദനം മുറിച്ച് 24 ഫാക്ടറികളിൽ പ്രോസസ് ചെയ്ത് കോടിക്കണക്കിന് രൂപയ്ക്ക് ചന്ദനം വിറ്റുകൊണ്ടിരിക്കുന്നു. എവിടെ? വ്യവസായ വകുപ്പിന്റെ തലവന്മാർ, മന്ത്രിമാർ. അത് നിയന്ത്രിക്കാൻ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ടോ?
പോയി, മറയൂർ പോയി, ചന്ദനത്തോട്ടം സന്ദർശിച്ചു. തോട്ടം സന്ദർശിച്ചതിന് ശേഷം തോട്ടത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഏർപ്പാട് ചെയ്തിരിക്കുന്ന ഫോറസ്റ്റ് ഗാർഡ്സ് താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി ഉദ്യോഗസ്ഥന്മാരെ കണ്ടു. ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, സാർ, ഞങ്ങളൊരു ദുർബലമായ ഫോഴ്സ് മാത്രം. ആധുനികമായ ആയുധങ്ങളോട് കൂടിയിട്ട് നൂറുകണക്കിന് ആളുകൾ ലോറിയിൽ വന്ന് പെട്ടെന്ന് തന്നെ ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ തൊട്ടാൽ മുറിയുന്ന തരത്തിലെ വാളുമായിട്ട് വന്നിട്ട് പിന്നെ ഈ മരം വെട്ടി ലോറിയുടെ അകത്ത് കയറ്റിയാണ് കൊണ്ടുപോകുക. അതിനെ നേരിടണമെന്നുണ്ടെങ്കിൽ അതിനെ ശക്തമായി നേരിടത്തക്കത്തിലുള്ള ഫോഴ്സ് നമുക്ക് വേണം. 59 ഗാർഡ്സേ ഇവിടെ ഉള്ളൂ. 59 ഗാർഡ്സിന് വേണ്ടി തന്നിട്ടുള്ളത് 30 തോക്കാണ്. ഈ തോക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എടുക്കൽ പോയി സാങ്ഷൻ വാങ്ങിയാലേ വെടിവെക്കാനും. അപ്പോൾ ഫോഴ്സ് തന്നെ കുറവ്, സ്വയം ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന തോക്ക് തന്നെ ഉപയോഗിക്കണമെങ്കിൽ സാങ്ഷനെ ചെല്ലണം. ഈ തരത്തിലുള്ള പരാധീനതയിലാണ് ഞങ്ങൾ ഇവിടെ. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ തിരിച്ചു വന്നിട്ട് ആന്റണി കത്തെഴുതി കുറഞ്ഞത് 250 ആയിട്ട് ആ ഫോഴ്സ് വർദ്ധിപ്പിക്കണം. കോടിക്കണക്കിന് രൂപയുടെ ചന്ദനമാണ്, സമ്പത്താണ് നമുക്ക് സംരക്ഷിക്കേണ്ടത്. ട്രഷറി സംരക്ഷിക്കുന്ന പോലെ തന്നെ ഉള്ള ഉത്തരവാദിത്വമാണ് അവർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഫോഴ്സിനെ വർദ്ധിപ്പിക്കണം, ആധുനിക ആയുധങ്ങൾ അവർക്ക് നൽകണം. ആക്രമികൾ കൊണ്ടുവരുന്ന ആയുധത്തെ വെല്ലുവിളിക്കത്തക്ക തരത്തിലുള്ള ആയുധം, അല്ലെങ്കിൽ മാർക്ക് മാത്രമേ അവർക്ക് തന്നെ ഒരു ആത്മവിശ്വാസമുള്ളൂ, ശത്രുക്കളെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം അവർക്കുണ്ടായി. മോട്ടിക്കുക, എന്നിട്ട് 24ഓളം ചന്ദന ഫാക്ടറികളുണ്ട്. അവിടെ കൊണ്ടുപോവുക, കൊടുക്കുക, പ്രോസസ്സ് ചെയ്യുക, ചന്ദന തൈലം പുറത്തേക്ക് വെക്കുക, പൊടിയിലുണ്ടാകുക. ഇതാണ് ഈ ബിസിനസ്. പറകവീര പറയുകെന്നുടെ ശീർഷമുന്നതമെൻ ശിരസിൻ മുന്നിൽ ഹിമവത് ശൈലശൃംഗം വിനയപൂർവം തലകുനിപ്പു പറകധീര.